സന്ദീപ് വാര്യർ വളരെ കഷ്ടപ്പെട്ട് ബി.ജെ.പിയിൽ നിന്ന് യു.ഡി.എഫിലേക്ക് വന്നതാണ്. പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും ഈ നിമിഷം വരെ സന്ദീപ് വാര്യർ തിരുത്തിയിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സുജീവിന് ഓർമ്മയുണ്ടാകും, ഒരു ആന ചെറിഞ്ഞപ്പോൾ, പാലക്കാട് ജില്ലയിൽ ഒരു ആന ചെറിഞ്ഞപ്പോൾ അത് മലപ്പുറത്തിന്റെ പേരിൽ ചാപ്പ കുത്തിയ സന്ദീപ് വാര്യരുണ്ട്. ഈ നിമിഷം വരെ അത് തിരുത്തിയിട്ടില്ല സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷവും. അത് കോൺഗ്രസിലെ ആരും ചോദിച്ചിട്ടുമില്ല. കശ്മീരിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ടയർ കത്തിച്ച്, ഞാനത് പൂർണ്ണമായിട്ടും പറയുന്നില്ല, പറയാൻ പറ്റിയൊരു വാചകമല്ല, അതും തിരുത്തിയിട്ടില്ല. ആ സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിലേക്ക് കൊണ്ടുവരാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. പക്ഷേ കാസർഗോഡ് DCC അത് അനുവദിക്കുന്നില്ല അല്ലേ? സന്ദീപ് വാര്യരുടെ പേര് ഏറ്റവും അവസാന നിമിഷമാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിലേക്ക് വരുന്നത്. ഇന്നലെ രാവിലെ മുതലാണ് സന്ദീപ് വാര്യരുടെ പേര് ഉയർന്നു കേൾക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നു വരികയായിരുന്നു. അതിനിടയിൽ ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടെ പേര് വന്നപ്പോൾ തന്നെ കാസർഗോഡ് DCC നേതൃത്വം ശക്തമായ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. DCC പ്രസിഡന്റ് തന്നെ നേരിട്ട് വന്ന് സന്ദീപ് വാര്യരെ കാസർഗോഡേക്ക് വേണ്ട, കാസർഗോഡ് ജില്ലയിലെ ഏതെങ്കിലും ഒരു നേതാവിനെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ നേരിട്ട് വന്നുകൊണ്ട് പരസ്യമായി മറ്റ് നേതാക്കളുടെ ഉൾപ്പെടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് DCC പ്രസിഡന്റ് PK ഫൈസലാണ്. ഈ സമയം തന്നെ ഇങ്ങനൊരു നീക്കം നടക്കുന്നതറിഞ്ഞ് DCCയിൽ ഒരു അനൌദ്യോഗിക യോഗം നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തു. ഹക്കീം കുന്നിൽ, നീലകണ്ഠൻ, PK ഫൈസൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പങ്കെടുത്തത്. ജില്ലയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇവർക്കിടയിൽ ഉണ്ടെങ്കിലും ഒരു കാരണവശാലും സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള നീക്കത്തെ അംഗീകരിക്കില്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ഇന്നലെ രാത്രി വൈകും വരെ നടന്ന ചർച്ചകളെയായിരുന്നു. കാരണം ഡൽഹിയിൽ രാത്രി 2:30 ചർച്ച അവസാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സമയത്തും കോൺഗ്രസിന്റെ ഒരു പട്ടിക പുറത്തു വിട്ടിട്ടില്ല. ഇന്ന് പട്ടിക പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജില്ലയിലെ ചില നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് സന്ദീപ് വാര്യർക്ക് തൃക്കരിപ്പൂരിൽ നറുക്ക് വീണ് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. സന്ദീപ് വാര്യർ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പല നേതാക്കളെയും സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലയിലെ ഒരു പൊതുവികാരം കോൺഗ്രസ് നേതാക്കൾ ഒരു കാരണവശാലും സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കില്ല. കാരണം കഴിഞ്ഞ തവണ 2021 കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ച ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. ജോസഫ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം ഏറ്റെടുക്കണമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് മണ്ഡലം ജോസഫ് വിഭാഗത്തിന് നൽകിയ ശേഷം ഈ തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ നടത്തിയ ഒരു ഇടപെടലുണ്ടായിരുന്നു. കാരണം PK ഫൈസലിന്റെ നാട് കൂടിയാണ് തൃക്കരിപ്പൂർ. ഇത് വെച്ചുകൊണ്ട് PK ഫൈസലിന് ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിലൊരു നോട്ടമുണ്ടായിരുന്നു. അതിനിടയിൽ ചില കോണുകളിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോമോൻ ജോസിന്റെ പേര് കൂടി ഉയർന്നു വന്നു. ഇങ്ങനെ വരുമ്പോൾ ഒരു സീറ്റിനായി ഒരു വടംവലി നടക്കുന്ന സാഹചര്യം വന്നു. ഇതിനിടയിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ മറ്റൊരു പേര് കൂടി ഉയർന്നു വന്നു. ബാലകൃഷ്ണൻ പെരിയയുടെ പേരാണ് ഇതിനിടയിൽ ഉയർന്നു വന്നത്. ബാലകൃഷ്ണൻ പെരിയയുടെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ ഉണ്ണിത്താൻ ശക്തമായ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയത്. ഉണ്ണിത്താനുമായി പരസ്യമായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഏറ്റുമുട്ടിയ നേതാവാണ് ബാലകൃഷ്ണൻ പെരിയ. ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നൊരു ഭീഷണി ഉണ്ണിത്താൻ മുഴക്കി. ഇതിന് പിന്നാലെയാണ് ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സന്ദീപ് വാര്യരുടെ പേര് ഉയർന്നു വന്നത്. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസവും തർക്കവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശക്തമായി സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുകയാണ്. ഇപ്പോൾ അവസാന നിമിഷം നമുക്കറിയാൻ സാധിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്ദീപ് വാര്യർ തന്നെ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ചില